ബിജെപിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പെലറ്റ് ഗൺ ഉപയോഗിച്ചത് 7 തവണയെന്ന് ഗുരുതര കണ്ടെത്തൽ. ഇതിൽ 5 തവണ പ്രതിഷേധക്കാർ കൊണ്ടു. പെലറ്റ് തോക്ക് ഉപയോഗിച്ചത് RAF ജവാൻ. സമരക്കാർ കല്ലെറിഞ്ഞപ്പോഴാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. വിശദമായ അന്വേഷണം നടത്താനാണ് CRPFന്റെ നീക്കം. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അതിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ്. അങ്ങനെ ഒരു സാഹചര്യം, ഒരു പെല്ലറ്റ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ 7 തവണ ഉപയോഗിക്കപ്പെട്ടു. എന്താണ് റിപ്പോർട്ടിലുള്ളത്? ഇന്നിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് എന്നുള്ള വിവരം അത് വലിയ തോതിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് കൂടുതൽ പ്രസക്തമാകുന്നത്. RAFലെ ജവാനാണ് 7 റൗണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 5 തവണ ഇത് പ്രതിഷേധക്കാർക്ക് ഏറ്റു, 2 തവണ ഇത് നിലത്തേക്ക് പോയി എന്നുള്ള നിലത്തേക്കാണ് പെല്ലറ്റ് ഗൺ പതിച്ചത് എന്നത് കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നുണ്ട്. കൊണാൾട്ട് പ്ലേസ് ഭാഗത്തുണ്ടായിരുന്ന RAF ഉദ്യോഗസ്ഥനാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന കണ്ടെത്തലാണ് CRPFന്റെ പ്രാഥമികമായ അന്വേഷണത്തിലുള്ളത്. മറ്റൊന്ന്, പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ വിശദമായ അന്വേഷണത്തിന് CRPF ഒരുങ്ങുന്നു എന്നുള്ളതാണ്. സമരക്കാർ കല്ലെറിഞ്ഞപ്പോഴാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്നത് എന്ന് ഈ കണ്ടെത്തലിന്റെ ഭാഗമായുണ്ട്. ഇർഷാദ് ഷെയ്ഖ് 25 വയസ്സുള്ള ഗുഡ്ഗാവിൽ ജോലി ചെയ്യുന്ന ആൾ, ഒപ്പം സഹിൽ എന്നു പേരുള്ള 19 വയസ്സുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി, ഒപ്പം 28 വയസ്സുള്ള ഔട്ട്ലുക്ക് മാഗസിന്റെ ജേർണലിസ്റ്റ്, ഇങ്ങനെ 3 പേർക്കാണ് പെല്ലറ്റ് ഏറ്റുന്നത്. പെല്ലറ്റ് ഏറ്റ വിദ്യാർത്ഥിയുമായി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുകയും വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പാർലമെന്റിൽ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോഴാണ് 7 തവണ പെല്ലറ്റ് ഉപയോഗിച്ചു എന്ന കാര്യം CRPF തന്നെ കണ്ടെത്തുന്നത്. പിന്നീട് ഈ ലോഗ് ബുക്ക് പരിശോധിച്ചതിൽ നിന്നാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്, 7 തവണയാണ് പെല്ലറ്റ് ഉപയോഗിച്ചത് എന്ന രൂപത്തിലുള്ള കണ്ടെത്തൽ വരുന്നത്. ഇതിൽ 5 തവണയും സമരക്കാർക്ക് നേരെ, ഒരു ജേർണലിസ്റ്റിനും മാധ്യമപ്രവർത്തകനും നേരെയും ഈ പെല്ലറ്റ് ഏറ്റിട്ടുണ്ട്. ഏതായാലും ഇത്തരം കണ്ടെത്തൽ പുറത്തു വരുന്നത് 2 പെല്ലറ്റുകൾ നിലത്ത് പതിച്ചു എന്നുകൂടി ഈ കണ്ടെത്തലിന്റെ ഭാഗമായി പറയുന്നുണ്ട്. ഇപ്പോൾ നൽകുന്ന ന്യായീകരണം സമരക്കാർ കല്ലെറിഞ്ഞപ്പോൾ അത് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നതാണ്. ശ്രുതി, തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ്. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെയാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. 7 തവണയാണെന്നുള്ള കണ്ടെത്തൽ ഉണ്ട്. ഇതിൽ തന്നെ 5 തവണ പ്രതിഷേധക്കാർക്ക് കൊണ്ടു. പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചത് RAF ജവാനാണ്. വിശദാംശങ്ങളാണ് ആദിൽ പാലോട് നൽകിയത്.